ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട NI മത്തായി അച്ഛൻ കൂടെയുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഗാനത്തിലൂടെ നമ്മൾ പോവുകയാണ്. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. നമ്മുടെ ചുണ്ടുകളിൽ എന്നും നമ്മൾ പാടി നടക്കാൻ പറ്റുന്നൊരു ഗാനം, നമ്മൾ പലപ്പോഴും പാടുന്ന ഗാനം. ഈ ഗാനത്തെക്കുറിച്ച് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം. അച്ഛാ, ഈ ഗാനം എഴുതിയത് ആരാണ്? എന്താണ് ഈ കവി ഈ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഈ പാട്ടിൻ്റെ രചയിതാവ് പത്തനംതിട്ടയ്ക്കടുത്തുള്ള എലന്തൂർ എന്ന പ്രദേശത്ത് TK സാമുവൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ടായിരുന്നു. കൃഷിക്കാരനായിട്ട് ജീവിതം തുടങ്ങി, അധ്യാപകനും ചിത്രകാരനുമായി ജീവിച്ചു. എന്നാൽ അതിലെല്ലാം ഉപരിയായി സുവിശേഷ വേലയിൽ തൽപരനായിരുന്നു. ബ്രത്രൻ സഭാ സമൂഹത്തിൽ ME ചെറിയാൻ, TK സാമുവൽ, പിന്നെ ഈ അടുത്ത തലമുറയിൽ ചാൾസ് ജോൺ, ഇവരെല്ലാം മനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളവരാണ്. അവർക്ക് മുൻപ് V നാഗൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഭയുടെ ആധ്യാത്മിക ജീവിതത്തിന് ചൈതന്യം പകരുന്ന നല്ല ഗാനങ്ങൾ അനുഭവങ്ങളിൽ കൂടെ എഴുതിയവരാണ് ഇവരൊക്കെ. TK സാമുവലിനോട് ചോദിക്കുക, യേശു എന്നും നല്ലവൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയാണ് ഈ യേശു എന്നും നല്ലവനാകുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ എന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് കണ്ടോ അന്നു മുതൽ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്നവരെ ലജ്ജിച്ചു പോകില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്ന് വരികിൽ അത് അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അറിയും തോറും കുറേ കൂടെ ചേർന്ന് നടക്കാൻ ശ്രമിക്കുക. കുറേ കൂടെ ചേർന്ന് നടക്കാൻ ശ്രമിക്കും തോറും യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഞാനീ പറഞ്ഞ വാചകം ഒരു ആംഗലേയ എഴുത്തുകാരൻ എഴുതിയ ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകമാണ്. യേശുവിനെ അറിയുക, യേശുവിനോട് അടുത്ത് പിൻഗമിക്കുക, യേശുവിനെ കൂടുതൽ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ അതിൻ്റെ ഒരു ചെറിയ പാട്ടിൽ കൂടെ, ഒരു ചെറിയ കവിതയിൽ കൂടെ അതിൻ്റെ അവതരണമാണ് എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. TK സാമുവലിനോട് ചോദിക്കുക, യേശു നിങ്ങൾക്കാരാ? അദ്ദേഹം പറയും, യേശു എനിക്ക് എന്നും നല്ലവനാണെന്ന് പറയും. ഈ പാട്ട് എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ട്യൂണ് മറ്റൊരാളിനോട് കടപ്പെട്ടതാണ്. സിലോണിൽ ജനിച്ച ഒരു മിഷണറി പ്രവർത്തകനുണ്ടായിരുന്നു, DT നൈൽസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. DT നൈൽസ്, NILES, DT നൈൽസ്. അദ്ദേഹം ഈ മെത്തഡിസ്റ്റ് കോൺഫറൻസിൻ്റെ ഒക്കെ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന പ്രസിദ്ധനായ ഒരാളാണ്. ശ്രേഷ്ഠമായി സുവിശേഷ വേല ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇംഗ്ലീഷിലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ തമിഴ് തർജ്ജമയുണ്ട്, മലയാളം തർജ്ജമയുണ്ട്. മലയാളം തർജ്ജമ നമുക്കറിയാവുന്നതാണ്, എല്ലാം യേശുവേ എനിക്കെല്ലാം യേശുവേ. അങ്ങനെ ഒരു മനോഹരമായ പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ ട്യൂണ് തന്നെയാണ് TK സാമുവലിനെ സ്വാധീനിച്ചതെന്നാണ് എൻ്റെ ചിന്ത. കാരണം TK സാമുവൽ പാട്ടെഴുതുന്നതിന് മുമ്പ് തന്നെ മറ്റേദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനും ഒരു ഇംഗ്ലീഷ് പദം, അതിൻ്റെ ഒരു പാട്ടിൻ്റെ ആരംഭം അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ പരിചിതമായ ഒരു ട്യൂൺ സാധാരണ ജനങ്ങൾക്ക് കുറേ കൂടെ ലളിതമായി ഗ്രഹിച്ച് പാടാൻ തക്കതുപോലെ യേശു നല്ലവനെന്ന് അവതരിപ്പിക്കുകയായിരുന്നു ഈ മനോഹരമായ ഗാനത്തിൽ കൂടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. നമുക്കും അങ്ങനെ തന്നെ ആവട്ടെ. ഈ ഗാനം നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഗാനം നിങ്ങൾക്കായി മനീഷ ആലപിക്കും. എന്നും നല്ലവൻ യേശു
അച്ഛാ, മറ്റൊരു ഗാനമുണ്ട്. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. നിരന്തരം നമ്മൾ പള്ളികളിലും ഭവനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നൊരു ഗാനം. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാം അച്ഛാ. ഏറെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി എന്നുള്ളത്. എം ഇ ചെറിയാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ദൈവദാസൻ ജനിച്ചത് മധ്യ തിരുവിതാംകൂറിലെ കുറിയന്നൂരിൽ. അദ്ദേഹം പഠിച്ചു, ഒരു അധ്യാപകനായി. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അധ്യാപകനായ മനുഷ്യന് 1943 തോന്നുന്നു പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കുള്ള വിളിയുണ്ടായി. അദ്ദേഹം അയക്കപ്പെട്ടു. പഴയ നിയമത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബ്രഹാമിനെ ദൈവം വിളിച്ചു. പോകുക. എവിടെയാ പോകുക? നിശ്ചയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ദൈവം കൽപ്പിച്ചാൽ പോവുക. അനുസരിച്ചു അബ്രഹാം. ഭാവിയിലേക്ക് നോക്കിയാൽ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ ദൈവം കാണിച്ചു തരുന്നതാ വഴി. അങ്ങനെ ദൈവവിളി കേട്ട് അന്ന് മധുര എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ അന്ന് ഒരുപക്ഷെ എം ഇ ചെറിയാനും ഒരു മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദുർഘടം പിടിച്ച സ്ഥലത്താണ് പോകുന്നത്. യാത്ര ദുർഘടമാണ്, വഴിയില്ല, ഗ്രാമപ്രദേശങ്ങളുടെ പരിമിതിയുണ്ട്, പലപ്പോഴും സാമ്പത്തികമായ ക്ലേശമുണ്ട്, വൈദ്യസഹായമില്ല, ഭാര്യയുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാമുള്ള ഒരു അന്തരീക്ഷത്തിൽ പോയി ദൈവത്തിൻ്റെ വിളി കേട്ടു, അത് ചെയ്തു. അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ. എം ഇ ചെറിയാനോട് നമുക്ക് ചോദിക്കാം, നിങ്ങളാരാ? അദ്ദേഹം പറയും, ഞാനൊരു സഞ്ചാരിയാണ്. എം ഇ ചെറിയാൻ മാത്രമല്ല പറയുന്നത്, എല്ലാ വിശ്വാസികളും പറയുന്നത് ഞങ്ങൾ സഞ്ചാരികളാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ കൊള്ളാവുന്ന വഴിയും അത് തന്നെയാണ്. അപ്പോൾ ചെറിയാച്ചൻ പറഞ്ഞു, ഞാൻ ആ യേശുവാകുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം, ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരം ഒന്നേ പറയാനുള്ളൂ, വിളിച്ചു, കർത്താവ് വിളിച്ചു, ഞാൻ ആ വിളി കേട്ടു, ഞാൻ ആ വഴിയെവിടെ പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. അവിടെ വരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നാലും അത് അനുഭവിക്കുക. 1960 തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തൊരു കാലം ഓർക്കുന്നുണ്ട്. അന്ന് ഇത്രയധികം പാട്ടുകൾ എഴുതിയിട്ടില്ല, ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ. ഈ എം ഇ ചെറിയാൻ്റെ പാട്ടുകൾ, അനുഭവങ്ങളൊക്കെ ഞാൻ പോയി. അന്ന് ഞാൻ തീരെ ചെറുപ്പമാണ്, നന്നേ കൊച്ചച്ഛനായിരിക്കുന്ന കാലത്ത് ഈ വലിയ മിഷണറിയെ പോയി കാണാനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഈ പാട്ടിനകത്ത് എഴുതുന്നു, ബാലശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലും ചേരഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ, നന്മയെ തൻകരം നൽകുമെൻ ഈശനിൽ, ആ ഈശനിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ ഓട്ടം, ഈ സഞ്ചാരം ഞാൻ ചെയ്യുകയാണ്. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളെ പിറുപിറുപ്പോടുകൂടിയോ സങ്കടത്തോടുകൂടിയല്ല അഭിമുഖീകരിച്ചത്. അതെല്ലാം എന്നെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരുതലാണെന്ന് കണ്ടെത്തിയൊരു മനുഷ്യനാണ് എം ഇ ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകൾ ഭക്തജനം ആവേശത്തോട് പാടുന്നു. അത് ധ്യാനിച്ചു പാടിയാൽ ആ അനുഭവം നമുക്ക് ഏറ്റവും ധന്യമായ അനുഭവം തന്നെ ആയിത്തീരും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 വരി അതിനകത്ത്, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെ. വളരെ അർത്ഥവത്തായ വരികൾ. അതിനകത്തെ ഓരോ ചരണവും അങ്ങനെ തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും തന്നെ നമ്മൾ വായിക്കുമ്പോഴേ അനുഭവങ്ങൾ എങ്ങനെ വാക്കുകളായി, പദങ്ങളായി, പദ്യമായി, കാവ്യമായി പുറത്തേക്ക് വരിക, അത്രയാണ്. ഏതായാലും വെച്ചാൽ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു
കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടുന്ന സന്തോഷമോട്ടതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ. എന്നെ നേടുന്ന സന്തോഷമോട്ടതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന
ആയിരങ്ങൾ ആകയാലെ ഞാൻ ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമേ. നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമേ. നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കവി ഇവിടെ പാടിയതുപോലെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെയും നമുക്കുള്ളതിനൊക്കെ യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. അവൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മയൊക്കെ രൂപപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമ്മെ പൂർണ്ണമായും യേശുവിൻ്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.